ഹലോ മൈ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. പ്രത്യേകിച്ച് ഒരു ഇൻട്രോയുടെ ആവശ്യമൊന്നുമില്ല. ദിസ് ഇസ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. സോ വലിയ ഇൻട്രോയുടെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേയധികം ആൾക്കാർ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പം അവരിൽ കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചപ്പോൾ അവരൊക്കെ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, +1 കുട്ടികളെ തഴഞ്ഞോ, +1 കുട്ടികൾക്ക് വേണ്ട ഒന്നും ഇടുന്നില്ലല്ലോ എന്നൊക്കെയുള്ളത്. പക്ഷേ ഞാൻ സത്യസന്ധമായ ഒരു കാര്യം പറയാം, +1 കുട്ടികളെ ഞാൻ തഴഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ മെയിൻ ഒരു തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ആക്ച്വലി +2 കയറുന്ന ടൈമിൽ മന്ത് എൻഡിൽ, അതായത് നമ്മളുടെ ഇയർ എൻഡിൽ +2 മാർച്ച് ഞങ്ങളുടെ ബോർഡ് എക്സാം നടക്കുന്ന സമയത്താണ് ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഐഡിയ പോകുന്നത്, പെട്ടെന്ന് ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതും. അപ്പോൾ അന്ന് കമ്മ്യൂണിറ്റിയിലാകെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10 താഴെ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ +1 +2 കയറാൻ നിൽക്കുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. 10 താഴെ കുറച്ച് മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദറ്റ് വാസ് അമേസിങ്. കാര്യം ഇന്നിപ്പോൾ ആ കമ്മ്യൂണിറ്റി നിൽക്കുന്നത് മോർ ദാൻ 100 മെമ്പേഴ്സ് ആയിട്ടാണ്. സോ ഐ എം വെരി ഹാപ്പി. ഇന്നെന്തായാലും നമ്മൾ +1 സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. +1 സ്റ്റുഡൻസ് എന്നോട് എപ്പോഴും ചോദിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു ഇപ്പോൾ +2 കയറി വന്നിരിക്കുന്ന കുറേ കുട്ടികളെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട് അവരുടെ കൺസേൺ എത്രയാണ്. +2 കയറുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ആങ്സൈറ്റി, അവർക്കുണ്ടാവുന്ന ചോദ്യങ്ങൾ, അതൊക്കെ എന്തൊക്കെയാണ്. എനിക്ക് ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എൻ്റെ ചാറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന സെയിം വറീസ് ആൻഡ് ടെൻഷൻസ് ആണ് ഇന്ന് കുട്ടികൾ കുറച്ച് നേരത്തെ ചോദിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിവേസ് ഐ എം വെരി ഹാപ്പി ടു ഷെയർ ദിസ്. കാര്യം നിങ്ങൾ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഞാൻ മാത്രമല്ല ഇങ്ങനെയെന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ സം പീപ്പിൾ ടു ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രോത്തിന് എൻ്റെ കൂടെ നിന്ന മോള് എല്ലാവർക്കും. അപ്പോൾ യൂട്യൂബ് എനിക്ക് തന്നൊരു വലിയൊരു ഗിഫ്റ്റാണ് അത് ആക്ച്വലി. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു ഓൾ ഓഫ് ദം. സോ യാ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും നമ്മുടെ +1 സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവരുടെ ഈ +1 കയറാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കുട്ടി വീഡിയോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം +1 റിസൾട്ട് വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ +1 റിസൾട്ട് വരുന്നത് ഒരു സഡൻ ഒരു തീരുമാനം പോലെയാണ് എപ്പോഴും +1 റിസൾട്ടുകളൊക്കെ എപ്പോഴും സ്റ്റേറ്റ് സിലബസിൻ്റെ പൊതുവെ വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സമയത്ത് എന്തായാലും അവർ പ്രതീക്ഷിക്കാത്ത ടൈമിൽ മാർക്ക് വരുന്നു. ഈ മാർക്കിൽ കുറേ ലോസും കാണും, കുറേ ഹൈസും കാണും. അപ്പോൾ ഇതിൽ ഹൈ ഉള്ളവരാണെങ്കിലും ലോ ഉള്ളവരാണെങ്കിലും ലോ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു. A+ പോയി, A പോയി, ആ വിഷയം ഡിഫിക്കൽട്ടായിരുന്നു, ഈ വിഷയം ഡിഫിക്കൽട്ടായിരുന്നു, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇയർ എൻഡാക്കി +2 കൂട്ടത്തിൽ എഴുതണം. ഇങ്ങനെ കുറേയധികം ആങ്സൈറ്റി ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു 2025 +2 അപ്പിയർ ചെയ്യാൻ പോകുന്ന കുറേയധികം കുട്ടികൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സോ ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് ആൻഡ് ആസ് എ സീനിയർ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ഗൈഡ് ലൈൻസ് ഓർ പുതിയ എന്തെങ്കിലും ഒരു ഇതായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഈ ഒരു കാര്യത്തിൽ നിന്ന്. നിങ്ങൾക്ക് ആ ഒരു ആങ്സൈറ്റി, ടെൻഷൻ, ആ ഒരു ഡിപ്രഷൻ, അതായത് നിങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ആൻഡ് യൂട്യൂബ് ചാനൽ ആവട്ടെ ഇതെന്ന് ഞാനും വിശ്വസിക്കുകയാണ്. ആൻഡ് ഐ എം ട്രസ്റ്റിംഗ് ദ പ്രോസസ്. ഓക്കെ, അപ്പോൾ എനിവേസ് നമ്മൾ +1 സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഇത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ വീഡിയോ കാണുക. ബിക്കോസ് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പാരൻസിൻ്റെ അടുത്തും സെയിം ഒരു കൈൻഡ് ഓഫ് എനിക്ക് സംസാരിക്കാനുള്ളതുണ്ട്. അപ്പം അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ പാരൻസിനോടൊപ്പം തന്നെ ഇരുന്നിട്ട് ഈ വീഡിയോ കാണുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. അപ്പോൾ ഞാൻ ആക്ച്വലി എപ്പോഴും ഇങ്ങനെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ, എന്ത് വീഡിയോ ആയിക്കോട്ടെ, പക്ഷേ എഡ്യൂക്കേഷൻ പർപ്പസിന് വീഡിയോ ഇടാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആക്ച്വലി ഒരു ബുക്കുണ്ട്. ഇതിനകത്ത് ഞാൻ എഴുതി വെക്കും നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് പറയേണ്ടത്, നിങ്ങളുടെ അടുത്ത് ഇനി എന്തൊക്കെ പറയണം എന്നൊക്കെ ഉള്ളത് ഞാൻ എഴുതി വെക്കാറുണ്ട്. അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമല്ല ഞാൻ ഈ ഒരു ബുക്കിനകത്ത് നോട്ട് ചെയ്യുന്നതോ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് നോട്ട് അങ്ങനെ ഒരു കാര്യത്തിലല്ല. ഞാൻ കുറേ പേരോട് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ അവരുടെയൊക്കെ ഒരു അപ്രോച്ചും അവർ കടന്നുപോയ സിറ്റുവേഷനും ഞാൻ കടന്നുപോയ സിറ്റുവേഷനും ഒക്കെ വെച്ചിട്ട് ഓരോ ആൾക്കാരുടെ ഒരു ഇതിൽ നിന്ന് എനിക്ക് കോമൺ ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതും ആൻഡ് ഓൾസോ അത് റെപ്രസെൻ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇപ്പോൾ എനിക്ക് +1 സ്റ്റുഡൻസ്, അതായത് +1 കയറാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനോട് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും 10ാം ക്ലാസ്സിൽ A+ കിട്ടിയവർ കാണും, 9 A+ കിട്ടിയവർ കാണും, ചിലപ്പോൾ A+ ഇല്ലാത്തവർ കാണും, ചിലപ്പോൾ 2 or 3 A+ കിട്ടിയവർ കാണും. ഇത്തവണത്തെ ഒരു ഇത് വെച്ചിട്ട് ഫുൾ A+ കിട്ടിയവരുടെ എണ്ണം വരെ കൂടുതലാണ്. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10ാം ക്ലാസ്സിലെ A+ മാർക്ക് ഇതിലൊന്നും നിങ്ങൾ +1 +2 ഒരു അഡ്മിഷൻ എടുക്കുന്നത് വരെ അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് ഈ 10ാം ക്ലാസ്സിലെ മാർക്ക് കൊണ്ട് ഒരു ഗുണമില്ല.
അത് ഞാൻ ഓപ്പണായിട്ട് പറയാണ്. നിങ്ങൾ ഇത്രയും നാളും മേടിച്ച ആ ഒരു മാർക്ക് കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റ് വരെ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ +2 പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് ഞാൻ, +2 കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് ഞാൻ. അപ്പോൾ ഈ +2 കഴിഞ്ഞപ്പോൾ എൻ്റെ +2 മാർക്ക് വന്നു കഴിഞ്ഞപ്പം ഇപ്പം ഞാൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി എത്ര A+ ഉണ്ടെന്നല്ല നോക്കുന്നത്, എത്ര മാർക്ക് ഉണ്ടെന്നുള്ളതാണ് അവർ നോക്കുന്നത്. സോ A+ഉം Aയും എന്നൊക്കെ പറയുന്നത് കുറേ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കഷ്ടപ്പെട്ട് മേടിക്കുന്നതാണ്. പക്ഷെ അതിലുപരി നമ്മൾ +1 +2 കയറുമ്പോൾ ഒരു മാർക്കാണ് നമുക്ക് 1200 നിനക്ക് എത്ര മാർക്ക് കിട്ടി, ആ മാർക്ക് നീ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ നിനക്കൊരു ഡിഗ്രി എടുക്കണോ, PhD എടുക്കണോ, PG ചെയ്യണോ, ഇതിനൊക്കെ നിനക്ക് ആ മാർക്ക് വേണ്ടി വരും. സോ +1 +2 ആണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനിയിപ്പം വരും കാലഘട്ടത്തിൽ എന്തായാലും SLC ഒക്കെ ഇനി പോവോ, SLC എന്ന് പറഞ്ഞൊരു പരീക്ഷ ഉണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല. ശരിക്കും നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ പറയില്ല, ബിക്കോസ് +2 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ ടേണിംഗ് പോയിന്റിലേക്ക് വരുന്നത്. സോ +1 +2 ഒരിക്കലും ഒരു ടേണിംഗ് പോയിന്റ് അല്ല. പകരം +2 കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇത് ഈ +1 +2 എത്ര മാർക്ക് ഉണ്ട്, +1 നിനക്ക് അത്ര മാർക്കേ ഉള്ളൂ, +2 നിനക്ക് ഇത്ര മാർക്കില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നെവർ മൈൻഡ്. കാര്യം ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇവരൊക്കെ പറയും വന്ന് കുറച്ച് വളവിടും പോവും, അതല്ലാണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ സ്ട്രെങ്ത്തും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക അത്രയും നാൾ നിങ്ങൾ എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് എന്താണ് പുതിയൊരു കോഴ്സിലേക്ക് നിങ്ങൾ വരികയാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ സയൻസ് എടുത്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം ഇനി നിങ്ങൾ എത്ര ഡെപ്തിൽ പഠിക്കണം, എത്രത്തോളം നിങ്ങൾ പോകണം എന്നുള്ളത്. നിങ്ങൾക്കൊരു ആദ്യത്തെ ഒരു 6 മന്ത് എന്തായാലും നല്ല ടഫായിരിക്കും. നിങ്ങൾ സ്കൂൾ ലൈഫിലേക്ക് കയറി ആദ്യത്തെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പാരൻസ് പറയാറുണ്ടല്ലോ പ്രീ ഡിഗ്രി എന്ന് പറയുന്നൊരു കോളേജ്, അത് നമ്മൾ ഡിഗ്രി എടുക്കുന്നതിന് വേണ്ടി പ്രീ ഡിഗ്രി, ദാറ്റ്സ് പ്രീ ഡിഗ്രി ഈസ് +1 +2. സോ ഈ പ്രീ ഡിഗ്രി ഫീൽ തന്നെ വേണം നിങ്ങൾ ആക്ച്വലി +1 +2ലേക്ക് കയറുമ്പോഴും കൊണ്ടുവരാൻ. പക്ഷേ ഒരു +1ലേക്ക് കയറുമ്പോൾ ഒരു സ്റ്റുഡൻറ് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, ആൻസൈറ്റി ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു 6 മന്ത്സ് നിങ്ങൾക്ക് ഭയങ്കര ടഫായിരിക്കും. അതേപോലെ തന്നെ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഫിസിക്സ് +1ലെ ഫിസിക്സ് എളുപ്പമല്ല. കാര്യം ഓൾമോസ്റ്റ് എല്ലാ കാര്യവും വെച്ച് നോക്കുമ്പോൾ +1ലെ ഫിസിക്സ് നല്ല ടഫാണ്. ആൻഡ് ഓൾസോ റീസെൻ്റ്ലി നിങ്ങളുടെ +1 എന്താ പറയുക നിങ്ങളുടെ സീനിയേഴ്സ്, അതായത് ഇപ്പോൾ +2ലേക്ക് കയറുന്ന മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. നേരത്തെ +1ൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ JEE ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവലിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഞങ്ങൾ +2 കഴിഞ്ഞിട്ട് ഈ JEE എഴുതാൻ പോകുന്നവരുടെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അന്ന്, അതായത് 2024 മാർച്ചിൽ എഴുതിയ +1 സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ടഫായിരുന്നു മാത്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പഠിച്ച് അതിൽ നന്നായിട്ട് ഓക്കെ ആയിട്ടിരിക്കുക. നിങ്ങൾ ഒരുപാട് പഠിച്ചു, നിങ്ങൾക്ക് ഒരുപാട് മാർക്കിന് വേണ്ടി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഒരു എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഇത്രയും നാൾ എന്ത് പഠിച്ചു, എങ്ങനെയൊക്കെ പഠിച്ചു എന്നുള്ളതല്ല അവിടെ നോക്കുന്നത്. ആ മൊമെന്റിൽ നിങ്ങൾ ആ പേപ്പറിൽ എന്ത് പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഉള്ളി വാല്യുവേഷന് പോകത്തുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം എനിക്ക് മാത്സ് ഭയങ്കര ടഫായിരുന്നു. ടു ബി ഓണസ്റ്റ്, എനിക്ക് മാത്സിന് ഭയങ്കര ലോയൊന്നുമല്ല, പക്ഷേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു മാത്സ്. പക്ഷേ എനിക്ക് സയൻസ് വേണം, എനിക്ക് ബയോളജി വേണം എന്നുള്ളൊരു വാശിയിലായിരുന്നു ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തത്. അപ്പം അങ്ങനെ എടുത്തപ്പോൾ എനിക്ക് പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. സൈക്കോളജി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഞാൻ നോക്കിയിട്ടും ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അടുത്തുള്ള സ്കൂളിൽ എന്നാ ഓപ്ഷൻ എടുക്കാം എന്നുള്ളത്. പക്ഷെ നല്ല റിസ്ക് അറിയും. കാരണം ഫസ്റ്റ് ഇയറിലെ മാത്സ് കുറച്ച് എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി. പക്ഷെ റീസെൻ്റ്ലി വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം നല്ല ടഫായിരുന്നു റീസെൻ്റ്ലി വന്ന ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നിക്കും. കാര്യം പിള്ളേരുടെ അവസ്ഥ ഇപ്പോഴും റിസൾട്ട് വന്ന് പല കുട്ടികളും ഡബിൾ പാസ് ഇല്ല, അതില്ല എന്ന് പറഞ്ഞിട്ട് മാത്സിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് മച്ച് അത്ര ടഫായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പർ. സോ അത് മനസ്സിലാക്കി വെക്കുക. നല്ലൊരു ടഫ്നെസ് നിങ്ങൾ +1 ഫേസ് ചെയ്യും. പക്ഷേ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. പിന്നെ കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വെച്ച് നോക്കുമ്പോൾ. കാര്യം സെക്കൻഡ് ഇയറിൽ നിങ്ങൾ വരുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ഓർഗാനിക് പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഞാനൊരു കാര്യം പറയാം, ഫിസിക്സ് നല്ല പ്രയാസമാണ് +1. പക്ഷെ അതിന് കുറേ ടിപ്സ് ട്രിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കോമൺ ആയിട്ട് +1 +2 ഞാൻ ഇടാം. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കാര്യം ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഒരു ഡെറിവേഷൻ പഠിക്കുന്നു, ഇത് ഫുള്ള് കാണാൻ എഴുതി വെക്കാനൊന്നും പറ്റില്ല. സോ അതിനകത്ത് ഷോർട്ട് ട്രിക്സ് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവരുണ്ട്, ബയോളജി എടുത്തവർ കാണും, അങ്ങനെ ഒരുപാട് പേര് കാണും. പിന്നെ ഇതിനേക്കാളൊക്കെ മോസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇപ്പോൾ കയറിയ +1ലെയും +2ലെയും സ്റ്റുഡൻസിന് പലവർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. NCERT 2024 അവരുടെ സിലബസ് പുതുക്കിയിട്ടുണ്ട്. അതായത് കുറേയധികം പോർഷൻസ് ഡിലീറ്റഡ് ആണ്. അപ്പോൾ അത് ഞാൻ പഠിക്കുന്ന സമയത്ത്, അതായത് ഞങ്ങളുടെ +2ല് 2024 +2 എക്സാം എഴുതിയവർക്ക്
എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് പകുതി വഴിക്ക് വെച്ചിട്ട് ഡിലീറ്റ് ആക്കിയതാണ്. സോ ഇനി നിങ്ങൾ +1 +2 പഠിക്കുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു എൻട്രൻസിന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ സിലബസേ ആവശ്യമുള്ളൂ. സോ നിങ്ങൾ ഇനി പഴയ ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നവരുണ്ടാവും, അതൊക്കെ മാറ്റണം, പുതിയ ടെക്സ്റ്റ് ബുക്ക് മേടിക്കണം. കാര്യം ഇത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ടു ഓൾ പേരൻസ്. കാര്യം ഈ ഒരു ബുക്ക് അവർക്ക് ആവശ്യമാണ്. എസ്പെഷ്യലി നിങ്ങളൊരു എൻട്രൻസ് അപ്രോച്ച് ചെയ്യുന്ന കുട്ടിയാണ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആവശ്യമാണ്. മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ ബയോളജി ആൻഡ് ഫോർ കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആയിരിക്കാം, ഹിന്ദി ആയിരിക്കും, ഏതായിരിക്കാം. ഇംഗ്ലീഷും ഇപ്പം എൻ്റെ ഹിന്ദിയാണ്, അപ്പം ഇംഗ്ലീഷ് ഹിന്ദി കഴിഞ്ഞാണ് കേട്ടോ, ഹിന്ദിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷ്, ഹിന്ദി, ബയോളജി ആൻഡ് മാത്സ്. കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവരാണെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്. ഇത്രയും ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങളുടെ കയ്യിൽ വേണം. ഫിസിക്സ് കെമിസ്ട്രി ഞാൻ പറയില്ല, കാര്യം ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിട്ടും കാര്യമില്ല. പക്ഷേ നിങ്ങളൊരു എൻട്രൻസിന് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വേണ്ടി വരും. സോ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് ബുക്സിൻ്റെ ആവശ്യമില്ലേ, ടെക്സ്റ്റ് ബുക്ക് വേണ്ടേ, ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിപ്പിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു സമയം വരെ ഞങ്ങളുടെ സീനിയേഴ്സും ഒന്നും പഠിച്ചപ്പോൾ ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ശരിക്കും ബേസിക്കലി ഞങ്ങൾ ഈ മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്, ഹിന്ദി ഇത്രയും ടെക്സ്റ്റ് ബുക്സ് ഞങ്ങൾക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. ഫിസിക്സ് കെമിസ്ട്രി ഞങ്ങൾ തൊട്ടിട്ടേ ഇല്ല, ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തൊട്ടിട്ടേ ഇല്ല. പക്ഷേ it will be helpful for your entrance examination. Upcoming entrance examination നിങ്ങൾക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്സും വേണം. അപ്പോൾ നല്ല ടഫാണ്, മനസ്സിലാക്കണം അത്. കാര്യം ഇതിനകത്ത് ഇപ്പം എനിക്കറിയാം, എൻ്റെ അടുത്ത് ചിലവരൊക്കെ പറയുമ്പം, ചില പേരൻസ് ഒക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയും, എൻ്റെ മോന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ട്, അതുകൊണ്ട് ഇനിയും +1 ഞാൻ സയൻസാണ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സയൻസാണ് എടുപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ സയൻസ് എടുപ്പിക്കാൻ പോകുമ്പോഴത്തേക്കിനും അവർക്ക് ഇങ്ങനെ പഠിച്ചാൽ മതിയോ, അങ്ങനെ പഠിച്ചാൽ മതിയോ, ഇത്ര മാർക്ക് കിട്ടത്തില്ലേ, അവർ നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യും, അങ്ങനെയൊക്കെ നല്ല പ്രതീക്ഷയോട് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് പിള്ളേർ മാർക്ക് മേടിക്കാതെ വരുമ്പോൾ പിള്ളേരുടെ തലക്കിടുന്ന പേരൻസ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരുടെ വരെ ഉണ്ട്. സോ അങ്ങനെ പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, അത് വെറുതെയാണ്. നിങ്ങൾ പേരൻസ് ആണ്, അപ്പോൾ പേരൻസ് കുട്ടികളോടൊപ്പം വളരുക. കാര്യം അത് ഭയങ്കര നെസസറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, എൻ്റെ കൂടെ അവർ വളർന്നു വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എൻ്റെ അമ്മ. കാര്യം എൻ്റെ അമ്മ എപ്പോഴും എന്താ പറയുക, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ഞാൻ എന്തൊക്കെ പഠിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. സോ അമ്മയ്ക്ക് ആ സിലബസ് എന്താണ്, ടഫാണോ, പാടാണോ, അല്ലെങ്കിൽ ഈസി ആണോ എന്നൊക്കെ അമ്മയ്ക്ക് ശരിക്കും അറിയാം. സോ അമ്മ എൻ്റെ സപ്പോർട്ടീവ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റം ആകുക. കാര്യം അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ പഠിക്കുന്ന സിലബസ്, ഒരു സയൻസ് സ്റ്റുഡൻറ്റ് അപ്രോച്ച് ചെയ്യുന്ന സിലബസ് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. അത് അവരുടെ ഏജിൽ അത് നല്ല ഡിഫിക്കൽട്ടിയാണ്. അവരുടെ ആ ഓരോ കുട്ടികൾക്കും ഓരോരോ ലെവൽ അപ്രോച്ചിങ് ആണ്. മീൻസ് ഇപ്പം ചില കുട്ടികൾ നന്നായിട്ട്, ഇപ്പം വേറൊരു കുട്ടി ഫിസിക്സിൽ 90 മാർക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി എന്തുകൊണ്ട് 15 മാർക്ക് മേടിച്ചുള്ളൂ എന്ന് ചിന്തിക്കുന്നൊരു പാരൻ്റ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് മാറ്റി വയ്ക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ് വന്നതെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ, പിന്നെ ട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും ട്യൂഷൻ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് വിടുക. അതിപ്പോൾ എത്ര ആയിക്കോട്ടെ, ചിലപ്പം അവർ ആഗ്രഹിക്കുന്നത് ചിലപ്പം എന്താ പറയുക 40 പേരിരിക്കുന്ന അല്ലെങ്കിൽ 500 പേരിരിക്കുന്ന ഒരു ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ട് ഇരിക്കാനായിരിക്കില്ല അവർ ആഗ്രഹിക്കുന്നത്. ചിലപ്പം അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലാണ്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം, ഇപ്പം യൂട്യൂബ് ചാനൽ, ഓൺലൈൻ ട്യൂഷൻസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ഞാൻ അധികം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം നല്ല കുറേയധികം എജുപോർട്ട്, സൈലം, എക്സാമിനർ, ഇങ്ങനെ കുറേയധികം നല്ല നല്ല യൂട്യൂബ് ക്ലാസ്സുകളും ഉണ്ട്. അപ്പം അതൊക്കെ അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ അതും അഫോർഡ് ചെയ്യുക. നിങ്ങളെ കൂടി പറ്റാവുന്നതിൻ്റെ മാക്സിമം ഹെൽപ്പും അതേപോലെ ഒരു മെൻ്റൽ സപ്പോർട്ടും അവർക്ക് കൊടുക്കുക എന്നുള്ളത് മെയിനാണ്. ഫോർ ഓൾ ദി പാരൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. സോ ഡെഫിനറ്റ്ലി അത് ചെയ്യാം. പിന്നെ എനിക്ക് +1 സ്റ്റുഡൻസിനോട് മസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവിടുത്തെ ഒരു മാർക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഇതുവരെ പഠിച്ച ഒരു രീതിയല്ല +1 എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. 10ാം ക്ലാസ് നിങ്ങൾ ചിലപ്പം ഒരു മാസം കൊണ്ടൊക്കെ ആയിരിക്കും പഠിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം കൊണ്ടൊക്കെ നിങ്ങളുടെ സിലബസ് കവറായി പോകും. പക്ഷേ +1 +2 അങ്ങനെയല്ല, കുറച്ച് നന്നായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് +1 നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്ര ടഫാണ്, ഇത്രയെല്ലാം നല്ല ടഫാണ്, പക്ഷെ എന്നാൽ പോലും നിങ്ങൾ +1 മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 അത്രയും കുറച്ച് ടെൻഷൻ അനുഭവിച്ചാൽ മതി. കാര്യം +2 നിങ്ങൾ കയറുന്ന സമയത്ത് ചോദിച്ചാൽ മതി, നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്താണെങ്കിലും ചേട്ടനും ചേച്ചിമാരും ഒക്കെ കാണുമല്ലോ, അപ്പോൾ അവരോടൊക്കെ ചോദിക്കുക, അവർക്കും പറഞ്ഞു തരാൻ ഇതേ കാണുള്ളൂ. +1 മാക്സിമം സ്കോർ ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
+2 നിങ്ങൾ കിടക്കുമ്പോൾ പ്രാക്ടിക്കൽസ്, റെക്കോർഡ്സ്, മറ്റു കാര്യങ്ങൾ, ഒരു സയൻസ് ആസ്പിറൻറ്റിന് ഭയങ്കരമായിട്ട് തലയ്ക്ക് വട്ടുപിടിക്കുന്ന സമയമാണ് നിങ്ങളുടെ +2 ജീവിതം എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ NSS അല്ലെങ്കിൽ അതേപോലുള്ള ഗ്രേഡിങ്, അതായത് ഗ്രേസ് മാർക്കിൻ്റെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതായത് എന്താ പറയുക, സയൻസ് ഫെയർ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിലേക്കൊരു ഇത് പോകും. അതിനും പോവണ്ടെന്നല്ല ഞാൻ പറയണം, ഡെഫിനറ്റ്ലി പോകണം. കാരണം നിങ്ങളുടെ ഒരു അക്കാഡമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് പഠിത്തം മാത്രമല്ല വരുന്നത്, എല്ലാ ക്രൈറ്റീരിയാസും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഒരു ഇതും വേണം. സോ ഡെഫിനറ്റ്ലി അതിനും പോകണം. നിങ്ങൾ ടൂറിന് പോകുന്നവരാണെങ്കിൽ ടൂറിന് പോകണം, എല്ലാത്തിനും പോകണമെന്നേ ഞാൻ പറയുള്ളൂ. ഞാനങ്ങനെ ഒരെണ്ണം സ്പെസിഫിക് ആയിട്ടൊന്നും ഞാൻ പറയില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതിന് അത്ര എഫേർട്ട് നിങ്ങളും കൊടുക്കുക സ്റ്റഡീസിനാണെങ്കിലും, അത് ഞാൻ ഡെഫിനറ്റ്ലി പറയാണ്. പിന്നെ നിങ്ങൾ പിന്നെ ഞാൻ പറയില്ലേ 6 മന്ത് ഒരു ടഫ് കാണും. നിങ്ങൾ ആദ്യം കയറുന്ന ഒരു ഡിസംബർ ജനുവരി വരെ നിങ്ങൾക്ക് എന്തായാലും ഡിസംബർ പകുതി വരെ നിങ്ങൾക്കൊരു നല്ല ടഫ് കാണും. എന്താ സംഭവം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്തായാലും വരും. പക്ഷെ ഒരു +2ലേക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്കിനും അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അത് ഞാൻ ഉറപ്പ് തരാം. പിന്നെ സിലബസ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടൊക്കെ ഇരിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കും ഗൈഡുകൾ ഞാൻ പറയുകയാണെങ്കിൽ നളന്ദ ബുക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ ടീച്ചേഴ്സും, അതായത് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നൊരു ഗൈഡാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഗൈഡാണ് നളന്ദ ബുക്സ്. അപ്പോൾ അവർക്ക് ആക്ച്വലി പുറത്തേക്കൊന്നും പ്രൊമോഷൻസ് ഇല്ല. മീൻസ് ഇപ്പം നിങ്ങൾ വെറുതെ ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് നളന്ദ ബുക്കിൻ്റെ ഗൈഡ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അത് ഞാൻ പറയാം. കാര്യം എൻ്റെ ഒരു സമയത്ത് അവിടെ വെച്ചിട്ട് എനിക്ക് നളന്ദ ബുക്സ് ഭയങ്കര പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. പ്രൊമോഷൻസ് ഒന്നുമല്ല, ആദ്യം പറയാം, പ്രൊമോഷനൊന്നുമല്ല. ഇത് ഒരു സെറ്റ് ഓഫ് ബുക്കാണ്. അതായത് ഇത് പോസ്റ്റൽ കോഡിലാണ് വരുന്നത്. എനിക്ക് പോസ്റ്റിലായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. 500 രൂപയാണെന്ന് തോന്നുന്നു ഇത്ര സെറ്റ് ബുക്കിന് എടുക്കുമ്പോൾ. അപ്പം നിങ്ങളുടെ അടുത്ത് വിളിക്കുമ്പോഴേ ചോദിക്കും അവർ ഏത് സ്കൂളാ, എന്താ പേര്, സ്റ്റുഡൻ്റ് ആണോ ടീച്ചറാണോ, അതൊക്കെ അവർ സാധാരണ കാഷ്വലായിട്ട്. പിന്നെ അവർക്ക് അഡ്രസ്സ് അയച്ചു കൊടുക്കണം, നിങ്ങൾക്ക് ബുക്ക് കിട്ടും. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഗൈഡൻസിന് പറഞ്ഞതാണ്, നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. പിന്നെ ഡിലീറ്റഡ് ടോപ്പിക്സ് ഒഴിച്ചിട്ടുള്ള ബുക്കാണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സും ആണ് അതിനകത്തുള്ളത്. നല്ല ബുക്കാണ്, എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ വിഷയം A+ ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബുക്കാണ്. വേറൊരു എന്താ പറയുക, ഒരു തേർഡ് പാർട്ടി ത്രൂ അവർക്കൊരിതില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ നമ്പർ വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുത്തേക്കാം, ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ. അപ്പോൾ അതിനകത്ത് എൻ്റെ നമ്പർ കാണും. ഡു മെസ്സേജ് മീ, ഐ വിൽ സെൻഡ് ദി നമ്പർ. ഓക്കെ, ഇതൊരു പ്രൊമോഷൻ അല്ല, ആദ്യമേ പറയാം. പിന്നെ ഗൈഡ് വേറെ, ഇപ്പം അവർക്ക് സബ്ജക്റ്റിൻ്റെ ആയിരിക്കും ഉള്ളത്. സയൻസിൻ്റെ ആണെങ്കിൽ മാത്സ്, ഇപ്പോൾ ബയോളജി സ്റ്റുഡൻസിനാണെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 4 സെറ്റിനും കൂടെ 500 രൂപ അങ്ങനെയൊന്നും ആണ് പേ ചെയ്യുന്നത്. ഞങ്ങളുടെ സമയത്ത് അത്രയായിരുന്നു കേട്ടോ. ഇത്രയും സെറ്റിനും കൂടെ 500 രൂപ. അത് പോസ്റ്റലായിരിക്കും, നമ്മൾ GPay ചെയ്ത് കൊടുക്കും, അങ്ങനെയാണ്. ഇനി കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആണെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇസ് ദയർ. സോ ഇതാണ് ആക്ച്വലി ആ ബുക്ക്. ഞാൻ ബയോളജിയുടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആക്ച്വലി ആ ബുക്ക്. സോ ഇതാണ് ഇതിനകത്ത് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഡിലീറ്റഡ് പോർഷൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ബുക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല. 2024 അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സിലബസിൻ്റെ ബുക്ക് കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഗൈഡ് വേറെ, ഇപ്പോൾ ലാംഗ്വേജസിനാണെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, മലയാളം അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഗൈഡ് എന്ന് പറയുന്നത് എക്സാമിനർ ആട്ടോ. നല്ലതാണ്, യൂസ്ഫുൾ ആണ്. പിന്നെ ഗ്രേഡിംഗ് സിസ്റ്റം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം മനസ്സിലാക്കി വെക്കാൻ. നിങ്ങൾ SSLC വരെ പഠിച്ചൊരു ഗ്രേഡിംഗ് സിസ്റ്റം അല്ല. ഇവിടെ മാർക്ക് അനുസരിച്ചാണ് ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് +2 1200 ടോട്ടൽ വരുന്നത്. +1 520 ടോട്ടൽ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ദെൻ പ്രാക്ടിക്കൽസിന്, അതായത് നിങ്ങൾക്ക് 4 വിഷയമാണ് പ്രാക്ടിക്കൽ ഉള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഇങ്ങനെ. അപ്പോൾ 4 വിഷയത്തിന് പ്രാക്ടിക്കലാണ്. 4 വിഷയത്തിന്, ഒരു വിഷയത്തിന് 40 മാർക്ക് വെച്ചിട്ട്. അപ്പോൾ 4 വിഷയത്തിന് 40 മാർക്ക് നിങ്ങൾ മേടിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടും. പിന്നെ CE മാർക്ക് 20 മാർക്സ് ആണ്. അത് +1 ഉണ്ട്, +2 ഉണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ഒന്നും കിട്ടുന്ന മാർക്കല്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങളുടെ ബിഹേവിയർ, ക്യാരക്ടർ, നിങ്ങളുടെ അസൈൻമെന്റ്, നോട്ട്സ്, ഇതെല്ലാം കറക്റ്റായിട്ട് വെക്കുമ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് അനലൈസ് ചെയ്തിട്ട് അവർ തരുന്ന മാർക്കാണ് CE മാർക്ക്. ഔട്ട് ഓഫ് 20 ആണ് ഈച്ച് ആൻഡ് എവറി സബ്ജക്ട്, ഇൻക്ലൂഡിങ്
ലാംഗ്വേജസ്. സോ മാക്സിമം നിങ്ങൾ നന്നായിട്ട് ബിഹേവ് ചെയ്യുക. നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻറ്റ്, വർക്കുകൾ, കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്യുക. ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എത്ര ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചിലപ്പം ഒരു ഇതായിട്ട് ബിഹേവ് ചെയ്തായിരിക്കാം, പക്ഷെ നല്ല രീതിയിൽ തന്നെ ആ ടീച്ചറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുക. കൂടുതൽ തർക്കോത്തരങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട, അതൊരു മീഡിയം ലെവലിൽ അങ്ങനെ പോവുക. പിന്നെ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കൃത്യസമയത്തിന് വെക്കുക. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ 20ൽ 20 ഇടുള്ളൂ. ഇല്ലെങ്കിൽ അവർ 20ൽ 18, 19, 17 ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാർക്കിനെ അത് ബാധിക്കും. ഓക്കെ, പിന്നെ സി മാർക്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതിനകത്ത് വൺ ഓഫ് ദ മെയിൻ തിങ് അല്ലെങ്കിൽ ഒരു മേജർ തിങ് ഒരു +1 സ്റ്റുഡൻറ്റ്, ഒരു +2 സ്റ്റുഡൻറ്റ് ഫീൽ ചെയ്യുന്നതാണ് ടൈം അറേഞ്ച്മെൻറ്റ്. അതായത് ടൈം അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ വിഷയങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് ഇത്ര ടൈം മതിയാവും. 2 hours ധാരാളമായിരിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ആ 2 hours ധാരാളമായിരിക്കും. പക്ഷേ ഫോർ എന്താ പറയുക, ലാംഗ്വേജസിന് അങ്ങനെയല്ല. ലാംഗ്വേജസിന് 2 hours നിങ്ങൾക്ക് മതിയാവില്ല. സോ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, അത് വർക്കൗട്ട് ചെയ്യാം. പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കേണ്ട രീതി എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വീഡിയോ ഇടാം. അപ്പം നിങ്ങൾ ഈ ടൈം അറേഞ്ച്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് 2 hours ആണ് എക്സാം എങ്കിൽ ആ 2 hours തന്നെ നിങ്ങൾ എഴുതി തീർക്കണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ഇത് മാത്രമേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് 2 മണിക്കൂർ ടൈമർ ഇട്ട് നിങ്ങൾ എഴുതി ഓരോ ചാപ്റ്റർ സമ്മറി വൈസ് നിങ്ങൾ തീർക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ, അതും കണ്ടിന്യൂസ് റിവിഷൻ പോയിട്ട് കാര്യമുള്ളൂ. സോ തിങ്ക് അബൌട്ട് ദാറ്റ് ഓൾസോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാർക്കിൻ്റെ പാറ്റേൺ, ഗ്രേഡിംഗ് സിസ്റ്റം അത് ഞാൻ വേണമെങ്കിൽ സൈഡിൽ കൊടുത്തേക്കാം. എന്നാൽ പോലും നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കിലെല്ലാം കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ഇത് ഞാൻ പിൻ ചെയ്തിടാം, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഈ +1ൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പം ഈ മാർക്കൊക്കെ കണ്ടിട്ട് എനിക്ക് ഇത്രയും മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഇത്രയല്ല പ്രതീക്ഷിച്ചത്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. സോ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ +1ൽ മാർക്ക് മേടിച്ചു, മാർക്ക് വരുന്നു, റിസൾട്ട് വന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു മാർക്ക് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ ആഗ്രഹിച്ചത് കൂടുതൽ കിട്ടിയവരുണ്ടാവാം. അങ്ങനെ പല കൈൻഡ് ഓഫ് ആൾക്കാർ കാണും. അപ്പോൾ എനിക്ക് ഇവരോടെല്ലാം പറയാനുള്ളത്, എന്താ പറയുക, +1ൽ നിങ്ങൾ എക്സാം അപ്രോച്ച് ചെയ്തു, നിങ്ങളുടെ റിസൾട്ട് വന്നു, ആ ഒരു റിസൾട്ട് വന്നു, അതിനകത്തൊരു മാർക്ക് കിട്ടി. ഇപ്പോൾ 400 മാർക്കാണ് കിട്ടിയതെങ്കിൽ ആ 400 മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ, ഞാൻ പഠിക്കാൻ അത്ര മോശം, ഭയങ്കര സംഭവം, ഇങ്ങനെ വിശ്വസിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, മക്കളെ നിങ്ങൾക്ക് ഒരു ചാൻസ് +2ൽ കിടപ്പുണ്ട്, കയറ്റിയെടുക്കാം. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ നശിപ്പിക്കരുത്. കാര്യം നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് നമ്മളുള്ള ഒരു വിശ്വാസം വേണം എപ്പോഴും. പലപ്പോഴും എനിക്കുണ്ടായിരുന്നില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്, ആസ് എ ബിഗ് മിസ്റ്റേക്ക് ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറയുകയാണ്, അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു, എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ആ ഒരു വിഷമം എത്രമാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് എത്രമാത്രമാണെന്ന്. പക്ഷെ അതിനേക്കാളൊക്കെ തന്നെയും നിങ്ങൾ മനസ്സിലാക്കുക ഇതിങ്ങനെയല്ല എന്നുള്ളത്. മീൻസ് നിങ്ങൾക്ക് കയറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക, അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, എല്ലാ +1 സ്റ്റുഡൻസിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച രീതിയല്ല മക്കളെ +1 +2. സോ ഡെഫിനറ്റ്ലി അത് കുറച്ച് ടാക്കിൾ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. സോ ഒരു ബേസ് ആവുന്നതിന് വരെ നിങ്ങൾ കുറച്ചധികം ബുദ്ധിമുട്ടും. പക്ഷെ സ്റ്റിൽ കൈവിടരുത്, ആ ഹോപ്പ് കൈവിടരുത്. കണ്ടിന്യൂസ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല മാർക്ക് ഉണ്ടാവും. പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി ഇതൊക്കെ നിങ്ങൾ കണ്ടൊരു ലെവലിലായിരിക്കില്ല. 10ാം ക്ലാസ് വരെ നിങ്ങൾ അപ്രോച്ച് ചെയ്തൊരു ലെവലല്ല +1 +2. പിന്നെ ബോർഡ് എക്സാമാണ്, അപ്പോൾ നന്നായിട്ട് ശ്രമിക്കുക. പിന്നെ ടൈം അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ടൈം ടേബിൾ സെറ്റിംഗ്, ഒരു എൻറ്റയർ വർഷത്തെ ടൈം ടേബിൾ സെറ്റിംഗ് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ 2 ദിവസം നിങ്ങളിപ്പോൾ ഇന്നും നാളെ പഠിക്കണം, ഇന്നും നാളത്തെയും ടൈം ടേബിൾ മാത്രം പഠിച്ചു പോവുക. അങ്ങനെ നിങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങൾ കൈകാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങൾ. പിന്നെ ടൈം അറേഞ്ച്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ആണ്, നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി ത്രൂ നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി ടിപ്സ്, ട്രിക്സ്, കാര്യങ്ങളെല്ലാം ഈ ഒരു യൂട്യൂബ് ചാനൽ ആൻഡ് ത്രൂ ദാറ്റ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടും. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും അടിപൊളിയായിട്ട് +1 അഡ്മിഷനൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഇരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.